വെടിനിർത്തൽ രേഖ ലംഘിച്ച ഗാസ ഭീകരനെ വധിച്ച് ഇസ്രായേൽ സൈന്യം. വടക്കൻ ഗാസയിൽ പ്രവർത്തിക്കുന്ന തങ്ങളുടെ ഒരു യൂണിറ്റ് വെടിനിർത്തൽ അതിർത്തി നിർണയിച്ച മഞ്ഞരേഖ കടന്ന് IDF പറയുന്ന രീതിയിൽ തങ്ങളുടെ സേനയെ സമീപിച്ച ഒരു തീവ്രവാദിയെ തിരിച്ചറിഞ്ഞ് ഇല്ലാതാക്കിയതായി IDF റിപ്പോർട്ട് ചെയ്തു. ഗാസ വെടിനിർത്തൽ കരാർ പ്രകാരം ഇസ്രായേൽ സൈന്യം തുടർന്നും പ്രവർത്തനം നടത്തുന്ന പ്രദേശങ്ങളെ മഞ്ഞരേഖ അടയാളപ്പെടുത്തുന്നു. രേഖയുടെ കിഴക്ക്, വടക്ക്, തെക്ക് ഭാഗത്തുള്ള എല്ലാ ഇസ്രായേൽ നിയന്ത്രിക്കുന്നു. ഹമാസും മറ്റ് തീവ്രവാദികളും അതിലൂടെ കടക്കുന്നത് നിരോധിച്ചിരിക്കുകയാണ്. അതേസമയം തെക്കൻ ഗാസയിലെ റാഫയിൽ ഒരു തുരങ്കത്തിൽ നിന്നും പുറത്തു വന്ന സൈനികരെ ആക്രമിച്ച 4 പലസ്തീൻ തോക്കുധാരികളെ ഇസ്രായേൽ സൈന്യം തിങ്കളാഴ്ച കൊലപ്പെടുത്തിയതായി സൈന്യം അറിയിച്ചിരുന്നു. പിന്നീട് ഈ ദിവസം സ്ട്രിപ്പിൽ IDF നടത്തിയ ആക്രമണങ്ങളിൽ നിരവധി പലസ്തീനികൾ കൊല്ലപ്പെട്ടതായിട്ടും അറിയിച്ചു. കിഴക്കൻ റഫയിൽ പുലർച്ചെ നടന്ന മോഫിംഗ് ഓപ്പറേഷനിൽ 4 തീവ്രവാദികൾ ഒരു തുരങ്കത്തിൽ നിന്നും പുറത്തുവന്ന് 7ാമത്തെ കവചിത ബ്രിഗേഡിന്റെ സൈനികർക്ക് നേരെ വെടിയുതിർക്കുന്നതായി തിരിച്ചറിഞ്ഞു. 4 ഭീകരരെയും ഇല്ലാതാക്കി. സംഭവത്തിൽ ഇസ്രായേലികൾക്ക് ആളപായമുണ്ടായതായി റിപ്പോർട്ടുകളില്ല. ഇസ്രായേൽ വെടിനിർത്തൽ രേഖയുടെ കിഴക്കൻ റഫ പ്രദേശത്ത് ഡസൻ കണക്കിന് ഹമാസ് പ്രവർത്തകർ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നതായി കരുതപ്പെടുന്നു. സമീപ മാസങ്ങളിൽ അവരിൽ 40 പേരെ കൊല്ലുകയോ പിടികൂടുകയോ ചെയ്തതായി IDF റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സംഭവത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ട ഹമാസിന്റെ സൈനിക വിഭാഗം ഇതിനെ വിരോചിതമായ പ്രതിരോധമെന്ന് വിശേഷിപ്പിച്ചു. അവരുടെ പോരാളികൾ ഉപരോധിക്കപ്പെട്ട റഫ താഴ്വരയിൽ അപമാനമോ കീഴടങ്ങലോ നിരസിച്ചുവെന്നും കീഴടങ്ങലിനു പകരം രക്തസാക്ഷിത്വം തിരഞ്ഞെടുത്തുവെന്നും പറഞ്ഞു. തിങ്കളാഴ്ച പിന്നീട് വെടിനിർത്തൽ രേഖയുടെ ഹമാസ് നിയന്ത്രണത്തിലുള്ള ഗാസ സിറ്റിയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി പലസ്തീൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. റിപ്പോർട്ട് ചെയ്യപ്പെട്ട പണിമുടക്കിനെ കുറിച്ച് IDF ഉടൻ അഭിപ്രായം പറഞ്ഞില്ല. തിങ്കളാഴ്ച വടക്കൻ ഗാസയിലെ സൈന്യം മഞ്ഞരേഖ കടന്ന് ഗാസ ഡിവിഷന്റെ വടക്കൻ ബ്രിഗേഡിന്റെ സൈനികരെ സമീപിച്ച ഒരു ഫലസ്തീനിയെ വെടിവെച്ചു കൊന്നതായി സൈന്യം പറഞ്ഞു. ഉടൻ ഭീഷണി ഉയർത്തുന്ന രീതിയിൽ തിരിച്ചറിഞ്ഞ ഉടൻ തന്നെ ഭീഷണി ഇല്ലാതാക്കുന്നതിനായി സൈന്യം തീവ്രവാദിയെ ഇല്ലാതാക്കിയെന്നും സൈന്യം പറഞ്ഞിരുന്നു. 2025 ഒക്ടോബറിൽ വെടിനിർത്തൽ ആരംഭിച്ചതിനു ശേഷം മഞ്ഞരേഖ കടന്ന് സൈന്യത്തെ സമീപിച്ച ഡസൻ കണക്കിന് ഭീകര പ്രവർത്തകരെയും മറ്റ് സംശയിക്കപ്പെടുന്നവരെയും വധിച്ചതായി IDF പറഞ്ഞു. ഇത്തരം സംഭവങ്ങൾ ഏതാണ്ട് ദിവസേന നടന്നിട്ടുണ്ട്. തുരങ്കത്തിൽ ശേഷിക്കുന്ന എല്ലാ തീവ്രവാദികളെയും കണ്ടെത്തി ഇല്ലാതാക്കുന്നതിനായി പ്രദേശത്ത് പ്രവർത്തനം തുടരുകയാണെന്നുമാണ് അറിയിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.